കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അക്രമാസക്തരായ ഒരു ചെറിയ വിഭാഗം സഭാവിരുദ്ധരും വൈദികരും കൂടി സഭയുടെ കേന്ദ്ര അതിരൂപതയെ നിരന്തരം അപമാനപാത്രമാക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം തുറന്നു പറഞ്ഞ് സീറോ മലബാർ സഭ. പ്രസാദഗിരി പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികൻ വിശുദ്ധ കുർബാന മധ്യേ ആക്രമിക്കപ്പെട്ടതോടെ മാർപ്പാപ്പയെയും സഭാ സിനഡിനെയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുവെന്ന് സഭാ മീഡിയ കമ്മീഷൻ. സിനഡ് നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന് ബോധ്യമുള്ള വൈദികർ പോലും ശാരീരികമായ ഉപദ്രവവും സ്വഭാവഹത്യയും ഒറ്റപ്പെടുത്തലും ഭയന്ന് ഗതികേടുകൊണ്ട് സഭാവിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു. ഏതെങ്കിലും വൈദികൻ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറായാൽ സഭാവിരുദ്ധ തട്ടിക്കൂട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. ഏതെങ്കിലും സമർപ്പിത സമൂഹങ്ങളുടെ കോൺവെന്റുകളിൽ നിന്നും സിസ്റ്റേഴ്സ് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഇടവക സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യപ്പെടുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അക്രമാസക്തരായ ഒരു ചെറിയ വിഭാഗം സഭാവിരുദ്ധരും വൈദികരും കൂടി സഭയുടെ കേന്ദ്ര അതിരൂപതയെ നിരന്തരം അപമാനപാത്രമാക്കുന്നു എന്നതാണ് വാസ്തവം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത പൊതുശല്യങ്ങളായി മാറിയ അക്രമകാരികളെ ഭയന്ന് സമാധാനപ്രിയരായ സഭാസ്നേഹികൾ നിശബ്ദരാകുകയും പിന്നോട്ട് വലിയുകയും ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തി വിജയിക്കുന്നു. എന്നാൽ അത് താൽക്കാലികം മാത്രമാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. കാരണം ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞുവെന്ന് സഭാ മീഡിയ കമ്മീഷൻ സൂചിപ്പിക്കുന്നു. അതേസമയം ആദരണീയനായ തോട്ടുപുറമച്ചനെ ബലിപീഠത്തിൽ നിന്ന് പിടിച്ചുമാറ്റി മദ്ബഹയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട അത്യന്തം ഭീതിതമായ കാഴ്ച മാധ്യമങ്ങളിലൂടെ കണ്ട വിശ്വാസികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ലോകമെമ്പാടു നിന്നും വിളിക്കുകയായിരുന്നുവെന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി. അവർക്ക് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് വാസ്തവത്തിൽ അറിയില്ലായിരുന്നു. തങ്ങളുടെ വേദനയും രോഷവുമാണ് അവർ പ്രകടിപ്പിച്ചത്. ഇനിയെങ്കിലും അധികാരികൾ നടപടിയെടുക്കുകയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. സഭാ ആസ്ഥാനത്തു നിന്ന് ഇറങ്ങിയ പത്രക്കുറിപ്പുകൾ അല്പം ആശ്വാസം നൽകുന്നു. ഭിന്നതയുടെയും കലഹത്തിന്റെയും പാതയിൽ നിന്ന് ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും അർത്ഥപൂർണമായ ആശയവിനിമയത്തിന്റെയും വഴി തിരഞ്ഞെടുക്കാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ആഹ്വാനം നല്ലതാണ്, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞില്ലേ? സഭയെ നശിപ്പിക്കാൻ ഒരു കൂട്ടം വൈദികരും അവരുടെ അൽമായ പിണിയാളുകളും 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പിതാക്കന്മാർ ഇനിയും തിരിച്ചറിയുന്നില്ലേ? എങ്കിലും മീഡിയ കമ്മീഷൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹീനമായ ഒറ്റപ്പെടുത്തലിലൂടെയും ഭയാനകമായ ഭീഷണികളിലൂടെയും ക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങളിലൂടെയുമാണ് അനേകം വൈദികരെ വിമതർ സ്വാധീനിക്കുന്നത്. അവ അവസാനിപ്പിച്ചാൽ ഭൂരിപക്ഷം വൈദികരും അനുസരിക്കാൻ തയ്യാറാകുമെന്നത് സത്യമാണ്. സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നടപടികൾ തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷേ എന്താണ് നടപടികളെന്ന് വ്യക്തമല്ല. നടപടികൾ അറിയാൻ ദൈവജനത്തിന് അവകാശമുണ്ട്. അവ സമയബന്ധിതമായി പൂർത്തിയാക്കുകയെന്നതും പരമപ്രധാനമാണെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി സൂചിപ്പിക്കുന്നു.